Welcome to India, Mr. Vladimir Putin. ഈ ഒരു സമയത്ത് ഇന്ത്യയിൽ വിസിറ്റ് ചെയ്തതിന് എല്ലാ ഇന്ത്യൻസിൻ്റെയും സന്തോഷം നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. ഒരിക്കലും യാതൊരു ബുദ്ധിമുട്ടും പരസ്പരമില്ലാതെ കാലങ്ങളായി സൗഹൃദ ബന്ധത്തിൽ കഴിയുന്ന ഒരു രാജ്യമാണ് റഷ്യ. നമ്മുടെ പല ഘട്ടങ്ങളിലും അടിയന്തര ഘട്ടങ്ങളിലും നമ്മളെ സഹായിക്കാൻ മുന്നിട്ടിൽ നിന്ന ഒരു രാജ്യമാണെന്ന് എല്ലാ ഇന്ത്യൻസിനും അറിയാമെന്നുള്ളതാണ്. ഒരു പ്രധാന ഘട്ടമായിരുന്നു ബംഗ്ലാദേശ് സ്വതന്ത്രമാക്കുമ്പോൾ നമുക്കെതിരായി അമേരിക്കൻ സേന നീങ്ങിയപ്പോൾ തന്നെ വളരെ മോശമായ രീതിയിൽ പ്രതികരിക്കുമെന്ന് അന്നത്തെ USSR, അതായത് ഇന്നത്തെ റഷ്യ പ്രസിഡൻറ്റ് അമേരിക്കയ്ക്ക് വാർണിംഗ് കൊടുത്ത കാര്യം നാം എല്ലാം ഓർക്കുകയാണ്. ഏത് സമയത്തും ഇന്ത്യയും റഷ്യയും ഒന്നിച്ച് കൈകോർക്കുന്ന നിമിഷങ്ങളാണ് ഈ ഉള്ള സമയം വരയ്ക്കും ഓരോ ഇന്ത്യൻസിനും അനുഭവപ്പെട്ടത്. ഇനി ലോകത്ത് ആരുടെ മുന്നിലും തലകുനിക്കേണ്ട ഒരു സമയമല്ല. എപ്പോഴും എല്ലാ രാഷ്ട്രങ്ങളുടെ മുന്നിലും നമ്മൾ തല ഉയർത്തി തന്നെ നിൽക്കുന്നു. ഈ അമേരിക്കയുടെ പലവിധ അന്ത്യശാസനങ്ങളും അവരുടെ പല പ്രവർത്തനങ്ങളും ഇന്ത്യക്ക് എഗൻസ്റ്റായിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് പാകിസ്ഥാനെ വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് പാകിസ്ഥാനെ കൊണ്ട് നമ്മുടെ സമാധാനത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു ടെക്നിക്സാണ് അമേരിക്ക ഇതുവരെ നടത്തി വന്നത്. പക്ഷെ അതിന് തക്കതായ പ്രതികരണം ഇന്ത്യ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ മിസ്റ്റർ പുടിൻ്റെ സന്ദർശനം അമേരിക്കയ്ക്കും മറ്റുള്ള രാഷ്ട്രങ്ങൾക്കും വലിയ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ്. അതിൽ പൊളിറ്റിക്കലി വലിയൊരു മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മിസ്റ്റർ പുടിൻ്റെ സന്ദർശനം ലോകത്തിന് തന്നെ വലിയൊരു വഴിത്തിരിവായി മാറുമെന്ന് എല്ലാവരും കാണുന്നുണ്ട്. അതിൽ പല രാഷ്ട്രങ്ങളും അസ്വസ്ഥരാണ്. നമുക്കറിയാം, നമുക്ക് ചുറ്റും ശത്രുക്കളാണ്. ശത്രുക്കളാര് സുഹൃത്തുക്കളാര് എന്ന് നമുക്ക് അറിയാൻ സാധിക്കാത്തൊരു സമയമാണ്. എങ്കിൽ തന്നെയും നമുക്ക് ഏറ്റവും ഭീഷണി മുഴക്കുന്ന രണ്ട് കൊച്ചു രാജ്യങ്ങൾ ഒരിക്കൽ നമ്മുടെ മുന്നിൽ ഒരിക്കലും അവർക്കൊരു വിജയം കൈവരിക്കാൻ സാധിക്കില്ല എന്നവർക്കറിയാമെങ്കിൽ തന്നെയും മതത്തിൻ്റെ പേരിലും അവർ നമ്മളെ വേട്ടയാടുന്നു. അവർ തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നു. അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും തീവ്രവാദികൾക്ക് വേണ്ടിയുള്ള സപ്പോർട്ടാണ്. ഇതാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. നമ്മുടെ രാഷ്ട്രം അങ്ങനെ പല ഭീഷണികളെ നേരിടുമ്പോഴും നമ്മുടെ ഗവൺമെൻറ്റും നമ്മുടെ ജനങ്ങളും ഒന്നായി കാണുന്നത് മറ്റുള്ള രാജ്യങ്ങൾക്ക് ശരിക്കും ഒരു ബുദ്ധിമുട്ടാണ്. നമ്മുടെ നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ്. നമ്മുടെ രാജ്യത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നായി നിന്ന് ഏത് സാഹചര്യത്തെയും തരണം ചെയ്യുന്ന പ്രാക്ടീസാണ് ഉള്ളത്. അതാരാലും ഒന്നും അതിനൊരു മാറ്റം വരുത്താനും സാധിക്കില്ല. ഇന്ത്യയെ ഏത് സമയത്തും എന്തും ചെയ്യാമെന്നുള്ളൊരു ധാരണ മുൻകാലങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ അത് ഇല്ല. ആ ധാരണകളെല്ലാം മാറ്റിക്കഴിഞ്ഞു. മുൻകാലങ്ങളിൽ ഇന്ത്യ എത്ര ബുദ്ധിമുട്ടിയാലും മറ്റുള്ള രാജ്യത്തിന് മുന്നിൽ അടി പതറിയിട്ടില്ല. അതിപ്പോഴും അന്നത്തെയും ഇന്നത്തെ രാഷ്ട്രത്തലവന്മാർ ചങ്കൂറ്റത്തോടെ ജനങ്ങളുടെ സമ്മതത്തോടെ നേരിടുകയാണ്.
അതാണ് ഇതിലെ ഏറ്റവും വലിയ വിജയം. ഇനി മറ്റൊന്നുള്ളത്, ഏത് രാഷ്ട്രീയ നേതാക്കൾ ഇന്ത്യ സന്ദർശിച്ചാലും ഒരു ഓപ്പോസിഷൻ ലീഡർ ഇന്ത്യക്കുണ്ട്. അതാരും ഏത് പാർട്ടി ആയിക്കോട്ടെ, അത് പ്രോട്ടോക്കോൾ അനുസരിച്ച് അവരെ പല തീരുമാനങ്ങൾ ഉൾപ്പെടുത്തേണ്ടതാണ്. ആ ഒരു പ്രാക്ടീസ് ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി കാണിച്ചില്ല. അത് ശുഭകരമായ ഒരു കാര്യമല്ല. ഈ ഭരണമെന്ന് പറയുന്നത് ജയിച്ച പാർട്ടികൾ മാത്രമല്ല, അതിൻ്റെ ശരിയായ ഒരു ഉത്തരവാദിത്വം പ്രതിപക്ഷ നേതാവിനുമുണ്ട്. അതുകൊണ്ട് ഏത് പ്രതിപക്ഷ നേതാവായിരുന്നാലും ശരി, അതവരെ പാർട്ടി നോക്കി പ്രോട്ടോക്കോൾ ചേഞ്ച് ചെയ്യുന്നൊരു സ്വഭാവം ഒരു രാഷ്ട്രീയ തലവന്മാരും വയ്ക്കരുത്. അത് മോദിയിൽ കണ്ടുവരുന്നു. അതൊന്ന് മാറ്റിയെടുക്കുന്നത് നല്ലതാണ്. അത് നല്ലൊരു പ്രവണതയല്ല. നിങ്ങൾ എല്ലാ കാലവും നമ്മുടെ പ്രധാനമന്ത്രി ആകുമെന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ നിങ്ങൾ ആ സ്ഥാനം മാറേണ്ടി വരും. അപ്പോഴും നിങ്ങൾ കാണിക്കുന്ന നല്ല കാര്യങ്ങൾ വരുന്ന നേതാക്കൾ കാണിക്കണം. അതൊരു പ്രാക്ടീസാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ നേതാക്കൾ കാണിച്ച അതേ പാത തന്നെയാണ് മോദിയും പിന്തുടരുന്നത്. പുതിയതൊന്നുമല്ല. അതിനെ കുറച്ചുകൂടെ മോഡിഫിക്കേഷൻ കാലത്തിനനുസരിച്ച്, പരിഷ്കാരത്തിനനുസരിച്ച്, ഡെവലപ്മെൻറ്റ്സിനനുസരിച്ച് നാം മാറിക്കൊണ്ടിരിക്കുന്നു. അത് മാറിയേ പറ്റൂ. അത് ഒരാളുടെ കഴിവല്ല. അത് ഇന്ത്യ തുടങ്ങിയ അന്ന് മുതൽ ഇന്ത്യയെ കെട്ടിപ്പടുത്താൻ ഏതൊക്കെ രാഷ്ട്രീയ നേതൃത്വം ശ്രമിച്ചോ അതിൻ്റെ ഫലങ്ങളാണ് നാം ഇന്ന് ഇത്രയും മുന്നിൽ എത്തിയിരിക്കുന്നത്. ഇനിയിപ്പം നാളെ മോദി മാറി മറ്റൊരു ഗവൺമെൻറ് വന്നാലും മോദി വിമർശിക്കുന്നത് അഭികാമ്യമല്ല. എന്നാൽ മറിച്ച് മോദി മുൻകാലത്തുള്ളവരെ വിമർശിക്കാൻ അവർ ഒട്ടും മടിക്കാറില്ല. അത് നല്ല സ്വഭാവമല്ല. കാരണം ഇപ്പോൾ ഭരിക്കുന്ന മോദി കാണിക്കുന്ന ഈ പരിഷ്കാരങ്ങൾ അത് ഇന്ത്യക്ക് നല്ലതാണ്. അത് നാളെ മറ്റൊരു പാർട്ടി ഭരിക്കുമ്പോൾ ഇന്ന് ഭരിച്ച മോദിയെ വിമർശിക്കുന്നതും നല്ലതല്ല. ആ പ്രാക്ടീസ് ഒന്ന് മാറ്റിവെക്കുക. കാരണം ഇപ്പോൾ നമ്മൾ ഒന്നായി നിന്ന് നമ്മുടെ രാജ്യത്തെ, നമ്മുടെ പ്രജകളെ സംരക്ഷിക്കേണ്ട ഒരു സമയമാണ്. അതിന് എല്ലാവിധ ബുദ്ധിയും ശക്തിയും നമ്മുടെ രാഷ്ട്ര നേതാക്കന്മാർക്കുണ്ടാകട്ടെ. ഭരണപക്ഷവും പ്രതിപക്ഷവും സമാധാനമായി എല്ലാ കാര്യത്തിലും മുമ്പോട്ട് പോകട്ടെ. ഭരണം മാറിയും തിരിഞ്ഞും വരുമ്പോൾ ഇന്ത്യ എന്നുള്ളത് ഒന്നാണ് എന്നുള്ളൊരു ഓർമ്മ എല്ലാവരിലും ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടി ശ്രീ ഗാഡ്വിൻ പുടിന് നമ്മുടെ എല്ലാവിധ സ്നേഹാന്വേഷണങ്ങളും ഞങ്ങൾ തീരുന്നു. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.